തിരുനാമം മഹത്വപ്പെടട്ടെ. എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നും ദൈവവചനം ധ്യാനിക്കുവാൻ സന്നിധരായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകിച്ചും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്നലെ ഒരു യാത്രയിലായിരുന്നു. യാത്ര കഴിഞ്ഞ് അവർ ക്ഷീണിതരാണെങ്കിലും ക്ലാസ്സിനെ സംബന്ധിക്കാൻ കാണിച്ച താല്പര്യത്തിന് പ്രത്യേകം ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഫിലദൽഫിയ സഭയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. സഹോദരപ്രീതി അഥവാ സഹോദര സ്നേഹം എന്നർത്ഥം വരുന്ന ഒരു വാക്കാണ് ഫിലദൽഫിയ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത് പ്രധാനമായും 3 വിഷയങ്ങളാണ്. ഒന്ന്, ഫിലദൽഫിയ എന്ന പട്ടണം. 2, ഫിലദൽഫിയ സഭ. മൂന്നാമത്, ഈ സഭയ്ക്ക് ലേഖനം അയക്കുന്ന ലേഖകൻ, ദ കറസ്പോണ്ടൻറ്റ്. ആരാണ് ഈ ലേഖനം ഈ സഭയ്ക്ക് അയക്കുന്നത്? ഇത് കർത്താവാണെന്ന് നമുക്കറിയാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ആവർത്തിക്കുന്നില്ല. ഈ സഭയ്ക്കുള്ള ദൂത് നൽകുന്നത് കർത്താവാണ്. അത് ഏത് കാലത്തും സഭകൾക്ക്, എവിടെയുള്ള സഭയ്ക്കും ദൂത് നൽകേണ്ടത് ആരാ? കർത്താവ് തന്നെയാണ്. അപ്പം വചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ ആ വലിയ ധാരണയോടുകൂടെ വേണം ശുശ്രൂഷ നിർവഹിക്കാൻ. ഈ കർത്താവിനെ കുറിച്ച്, ഈ ലേഖനം കൈമാറുന്ന കർത്താവിനെ കുറിച്ച് പറയുന്ന 4 വിശേഷണങ്ങൾ ഇവിടെ ഉണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 7-ാം വാക്യത്തിൽ നമ്മൾ പറയുന്ന ഈ 3 കാര്യങ്ങളുമുണ്ട്. ഒന്ന്, ഫിലദൽഫിയ പട്ടണമുണ്ട്. 2, ഫിലദൽഫിയ സഭയുണ്ട്. 3, ഫിലദൽഫിയയ്ക്ക് ലേഖനം നൽകുന്ന കർത്താവുണ്ട്. ആ കർത്താവിനെ കുറിച്ച് പറയുന്ന 4 വിശേഷണങ്ങൾ. എല്ലാവരും എന്നോടൊപ്പം സഹകരിക്കണം. ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും ഞാനും ക്ഷീണിതയാണ്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം. ഏതൊക്കെയാണ് വിശേഷണം കർത്താവിനെ കുറിച്ച് പറയുന്നത്? 1, കർത്താവ് വിശുദ്ധനാണ്. അത് നമ്മൾ ചിന്തിച്ചതാണ്. 2, സത്യവാനാണ്. വിശുദ്ധൻ 1. 2, സത്യവാൻ. വിശുദ്ധിയും സത്യവും തമ്മിൽ യോജിച്ചു പോകുന്ന 2 സത്യങ്ങളാണ്, വസ്തുതകളാണ്. വിശുദ്ധി ഉള്ളിടത്ത് സത്യമുണ്ട്, സത്യമുള്ളിടത്ത് വിശുദ്ധിയുണ്ടായി. അപ്പോൾ കർത്താവിൻ്റെ വിശുദ്ധിയും നമ്മുടെ വിശുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. കർത്താവിനെ വിശുദ്ധനെന്ന് വിളിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണ്? ഹോളി എന്നുള്ള വാക്കാണ്, പരിശുദ്ധൻ എന്നുള്ള വാക്ക്. എന്നാൽ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ ഹോളി എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്, സെയിൻസ് എന്നുള്ള വാക്കാണ്. വിശുദ്ധന്മാർ, ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ച വരാത്തവർക്ക് വേണ്ടി പഠിക്കാൻ ഇതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ. മൂന്നാമത് നമ്മൾ കർത്താവിനെ കുറിച്ച് ഇവിടെ കാണുന്നത് എന്താ? ദാവീദിൻ്റെ താക്കോലുള്ളവൻ. അങ്ങനെ വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് കേട്ടോ. 7 മുതൽ 13 വരെയുള്ള വാക്യം. അതിൽ 7-ാം വാക്യത്തിൽ കർത്താവിനെ കുറിച്ച്, അഥവാ ഈ ലേഖനം നൽകുന്ന കർത്താവിൻ്റെ വിശേഷതകൾ പറയുമ്പോൾ 3-ാമത് പറയുന്നത് എന്താ? ദാവീദിൻ്റെ താക്കോലുള്ളവൻ എന്നാണ്.
ദാവീദിനോട് ബന്ധപ്പെട്ട നമ്മുടെ കർത്താവിനെ ഈ ദൈവവചനത്തിൽ പലയിടത്തും വിശേഷിപ്പിച്ചിരിക്കുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും. ഞാൻ ആ ഭാഗങ്ങളിലേക്കെല്ലാം പോയാൽ ഇപ്പം നമ്മൾ ഓർത്തതുപോലെ ഈ 3-ാം അധ്യായം ഇന്നും തീരുകയില്ല, പെട്ടെന്നൊന്നും അവസാനിക്കുകയില്ല. ദാവീദും യേശു കർത്താവും തമ്മിലുള്ള ബന്ധം തിരുവെഴുത്തിൽ ദാവീദിനോട് കൂടെ തന്നെ ആരംഭിക്കുന്നതാണ്. ഈ കർത്താവിൻ്റെ കയ്യിൽ താക്കോലാണ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നല്ലേ. എന്നാൽ ഈ 1-ാം അധ്യായത്തിൽ ദാവീദിൻ്റെ താക്കോലുള്ളവനെന്ന് പറഞ്ഞിട്ടില്ല. 1-ാം അധ്യായത്തിൽ യോഹന്നാൻ കാണുമ്പോൾ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ 1-ാം അധ്യായത്തിൽ അത് പറയുന്നില്ല. ഏതാ ദാവീദിൻ്റെ താക്കോലുള്ളവനാണെന്ന്. അതേസമയം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഒരു താക്കോലുള്ളവനാണെന്ന്. എന്താ? മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കർത്താവിൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നു. ഇവിടെ ദാവീദിൻ്റെ താക്കോൽ എന്നുള്ള വാക്ക്, താക്കോൽ കൈവശമുള്ളവൻ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം നമ്മൾ പഴയ നിയമ വെളിച്ചത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ദാവീദിനോട് ബന്ധപ്പെട്ട് വെളിപാട് പുസ്തകത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് 3 വിശേഷണങ്ങളാണ്. ദാവീദിനോട് ബന്ധപ്പെട്ട കർത്താവിനെ കുറിച്ച് 3 വിശേഷണങ്ങളുണ്ട്. അത് എഴുതുന്നവരൊന്ന് എഴുതി വയ്ക്കുന്നത് നന്നായിരുന്നു. ഒന്ന് ഇവിടാണ് അല്ലേ, ഒന്ന് ദാവീദിൻ്റെ താക്കോലുള്ളവൻ എന്നുള്ളതാണ്. രണ്ടാമത് 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം എന്താ? അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും പിന്നെ ദാവീദിൻ്റെ വേരുമായത്. അപ്പോൾ ഇവിടെ രണ്ടാമത് കർത്താവിനെ കുറിച്ച് ദാവീദിനോട് ബന്ധപ്പെടുത്തി പറയുന്ന വിശേഷണം എന്താ? ദാവീദിൻ്റെ വേരാണ്. നമ്മൾ ശിയാപ്രവചനത്തിൽ വായിക്കുന്നുണ്ട്, ഇശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് പുറപ്പെടുന്ന മുള മാത്രമല്ല, പിന്നെ ദാവീദിൻ്റെ വേരാണ് കർത്താവ്. അവിടെ നമ്മൾ 5-ാം അധ്യായം പഠിക്കുമ്പോൾ ആ ഭാഗം ഒന്നാമത് പറഞ്ഞിരിക്കുന്ന കാര്യം കൂടെ ചിന്തിക്കാം. ഇനിയും 22-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. എൻ്റെ ഈ പുൾപിറ്റ് തീരെ ചെറുതായതുകൊണ്ട് എൻ്റെ ബൈബിളും നോട്ട്ബുക്കും എല്ലാം കൂടെ വെച്ച് വാക്യം എടുക്കാൻ സമയമില്ല. അതുകൊണ്ടാണ് ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിച്ചാൽ ഉപകാരമായിരിക്കും. ദാവീദിൻ്റെ വേരെന്ന് മാത്രമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, പിന്നെ ദാവീദിൻ്റെ വംശവും പിന്നെ ദാവീദിൻ്റെ ശുഭ്ര നക്ഷത്രവും ആയ ഈ 3 വിശേഷണങ്ങൾ കർത്താവിനെ കുറിച്ച് ദാവീദിനോട് ബന്ധപ്പെടുത്തി വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ കണ്ടത് എന്താ? ദാവീദിൻ്റെ താക്കോലുള്ളവൻ എന്നാണ്. എവിടെ? 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നാൽ മതി, വാക്യം ഒക്കെ നോക്കി ശ്രദ്ധിച്ചിരുന്നാൽ മതി. 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത് യേശുക്രിസ്തു ദാവീദിൻ്റെ താക്കോലുള്ളവൻ എന്നാണ്. എന്താണ് ആ വിശേഷണത്തിൻ്റെ അർത്ഥം? നമ്മൾക്ക് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് നോക്കാൻ ശ്രമിക്കാം. നോക്കുക, ഈ കാര്യം ദാവീദിൻ്റെ താക്കോൽ എന്നുള്ള പ്രയോഗം പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ ഉദ്ദേശിച്ചല്ല, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തിയല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു ഭാഗം യെശയ്യാ പ്രവചനം 22-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം ഒന്ന് വയ്ക്കാം. യെശയ്യാ പ്രവചനം 22-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം.
ഇനി 22-ാം വാക്യം വളരെ ശ്രദ്ധിക്കുക. 22-ാം ഞാൻ ദാവീദു ഗൃഹത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വെക്കും. അപ്പോൾ ദാവീദിൻ്റെ താക്കോൽ അഥവാ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ ആരെ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞ് ഞാൻ 20-ാം വാക്യം മുതൽ വായിപ്പിച്ചത് അത് മനസ്സിലാകാൻ വേണ്ടിയാണ്. ആരെ? ഹിൽക്കിയാവിൻ്റെ മകനായി എൻ്റെ ദാസനായ എല്യാക്കീമിൻ്റെ കയ്യിൽ എന്തേൽപ്പിക്കും? ദാവീദിൻ്റെ താക്കോല് ഏൽപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഇസ്രായേലിലെ രാജാക്കന്മാരിൽ യഹൂദ രാജാക്കന്മാരിൽ ഒരുവനായ ഹിൽക്കിയാവ്, ആ ഹിൽക്കിയാവിൻ്റെ മകനാണ് ആര്? എല്യാക്കീം. എല്യാക്കീമിൻ്റെ കയ്യിൽ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ ദൈവം ഏൽപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ താക്കോൽ എന്ന് പറയുന്നത് അധികാരത്തെയും നിയന്ത്രണത്തെയും കാണിക്കുന്നതാണ്. ഹിൽക്കിയാവിനെ നിയന്ത്രിക്കുവാൻ അഥവാ രാജാവിനെയും രാജഭരണത്തെയും നിയന്ത്രിക്കുവാൻ എല്യാക്കീമിൻ്റെ കയ്യിൽ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ കൊടുത്തിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. തുറക്കാനും അടയ്ക്കാനും ഉള്ളതാണെന്ത്? നിയന്ത്രിക്കാനുള്ളതാണ്. വരവും പോക്കുമെല്ലാം നിയന്ത്രിക്കാനുള്ളതാണെന്ത്? താക്കോൽ. അപ്പോൾ ആ അധികാരം ഹിൽക്കിയാവിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഈ വചനം നമ്മൾ പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ കർത്താവിനോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുകയാണെങ്കിൽ എന്താ ദാവീദിൻ്റെ താക്കോൽ ഉള്ളവൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തോട് ബന്ധപ്പെട്ട് ദൂതൻ വന്ന് മറിയോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ഞാൻ അവന് കൊടുക്കും. യേശുക്രിസ്തുവിനെ കുറിച്ച് ദൂതൻ വന്ന് മറിയോട് പറയുന്ന ഭാഗമാണ് ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 35 മുതലുള്ള വാക്യങ്ങളുണ്ട്. അവൻ വലിയവനാകും എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുന്ന കാര്യമാണ് തൻ്റെ പിതാവായ യാക്കോബിൻ്റെ സിംഹാസനം ഞാൻ അവന് കൊടുക്കും എന്ന്. അപ്പോൾ ശ്രദ്ധിക്കണേ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. ദാവീദിൻ്റെ സിംഹാസനത്തിൽ കർത്താവ് ഇരുന്ന് ഭരിക്കുന്ന ഒരു ഭാവി കാലഘട്ടമുണ്ട്. കർത്താവ് യേശുക്രിസ്തു ദാവീദിൻ്റെ സിംഹാസനത്തിലിരുന്ന് ലോകത്തെ ഭരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ അധികാരം, അതിൻ്റെ താക്കോൽ ദൈവം ആർക്ക് കൊടുത്തിരിക്കുകയാണ്? കർത്താവായ യേശുക്രിസ്തുവിന് കൊടുത്തിരിക്കുകയാണ്. യേശുക്രിസ്തുവിന് ദാവീദിൻ്റെ രാജത്വത്തിൻ്റെ അധികാരവും നിയന്ത്രണവും കർത്താവ് നൽകിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഏത് വിശേഷണം? ദാവീദിൻ്റെ താക്കോൽ ഉള്ളവൻ എന്ന് ഇവിടെ വിളിച്ചിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ അത് ഒരു വാചകത്തിൽ പറഞ്ഞു പോകാം. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ ആടുകളുടെ വാതിലാണ്, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും എന്ന് കർത്താവ് പറയുന്നു. കർത്താവിനെ ആരായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? വാതിലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വാതിലായ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ കടക്കുന്നവരാണ് എന്ത് ചെയ്യുന്നത്? രക്ഷിക്കപ്പെടുന്നത്. ഇന്ന് നമ്മളെല്ലാവരും ആ വാതിലിലൂടെ കടന്നവരാണ്. ഞാൻ ആ ഭാഗത്ത് തന്നെ നമ്മൾ വായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്.
അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ഈ വാതിലിലൂടെ കടക്കുന്നവർക്ക് വാതിൽ കാവൽക്കാരൻ വാതിൽ എന്ത് ചെയ്യുന്നു? തുറന്നു കൊടുക്കും. അതാരാന്നറിയാമോ? ആ വാതിൽ തുറക്കുന്നത് അത് പരിശുദ്ധാത്മാവാണ്. വാതിൽ കാവൽക്കാരനെന്ന് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ഉദ്ദേശിച്ചാണ്. പരിശുദ്ധാത്മാവാണ് ദൈവസഭയിലേക്ക് ഒരു വ്യക്തിയെ ആനയിക്കുന്നത്, ദൈവസഭയിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നത്. കർത്താവായ യേശുക്രിസ്തു ദാവീദിൻ്റെ താക്കോലുള്ളവനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ കർത്താവ് പഠിപ്പിച്ച ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്. എന്താ? നിന്റെ രാജ്യം വരണമേ. ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ വരും. ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കും. ഈ ദൈവരാജ്യം എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. ദൈവരാജ്യമുണ്ട്, പിന്നെ സ്വർഗരാജ്യവുമാണ്. ചിലരൊക്കെ ഇത് രണ്ടും ഒന്നാണെന്നൊക്കെയാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. ഒടുവിൽ എന്നോട് സംശയമൊന്നും ചോദിക്കാൻ സമയമെടുക്കരുത്. ഇത് രണ്ടും രണ്ടാണോ ഒന്നാണോ എന്നൊന്നും ചോദിക്കാൻ സമയമെടുക്കരുത്. ഇപ്പം തന്നെ ഞാൻ പറയാം, ഇത് രണ്ടും രണ്ടാണ്. കർത്താവ് സ്ഥാപിക്കാൻ പോകുന്നതാണ് ദൈവരാജ്യം. എന്നാൽ ഈ ദൈവരാജ്യമെന്ന് തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്ന, പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ആ സന്ദർഭം നോക്കി വേണം വ്യാഖ്യാനിക്കാൻ. ആ പറഞ്ഞിരിക്കുന്ന സന്ദർഭം നോക്കി വേണം വ്യാഖ്യാനിക്കാൻ. അതിപ്പോൾ ഞാനങ്ങ് വിടുക. അപ്പോൾ കർത്താവ് മടങ്ങി വരും, തൻ്റെ രാജ്യം സ്ഥാപിക്കും. നമ്മളിനിയും പ്രവചന വിഷയങ്ങളിലേക്ക്, വെളിപാട് പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലേക്കൊക്കെ പ്രവേശിക്കുക. കർത്താവ് ഇനി വരുന്നത് രാജ്യം സ്ഥാപിക്കാനല്ല. തൻ്റെ മേഘപ്രത്യക്ഷത എന്ന് പറയുന്നത് രാജ്യസ്ഥാപനത്തിന് വേണ്ടി അല്ല. തൻ്റെ മേഘപ്രത്യക്ഷത, യേശുക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷത, ബൈബിൾ ക്ലാസ്സിന് വന്നെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത രാജ്യസ്ഥാപനത്തിന് വേണ്ടിയല്ല, പിന്നെ സഭയെ ചേർക്കാൻ വേണ്ടിയാണ്. അവിടെ കർത്താവ് രാജാവായിട്ടല്ല വരുന്നത്. ഇനി കർത്താവ് വരുന്നത് മണവാളനായിട്ടാണ് വരുന്നത്. സഭയുടെ കാന്തനായിട്ടാണ് വരുന്നത്. സഭയുടെ മണവാളനായിട്ടാണ് വരുന്നത്. നമ്മൾ രാജാതിരാജാവായി കർത്താവ് വരുമെന്നുള്ള പാട്ടൊക്കെ പാടുമ്പോൾ അവൻ രാജാവായി വാനിൽ ഇങ്ങനത്തെ പാട്ടൊക്കെ ഉണ്ടല്ലേ. അത് നമ്മുടെ മിക്കവാറും പാട്ടുകളിൽ തിരുത്തിയിട്ടുണ്ട്, പാഠ്യപുസ്തകങ്ങളിൽ തിരുത്തിയിട്ടുണ്ട്. അവൻ രാജാവായി വാനിലല്ല വരുന്നത്. വാനിൽ കർത്താവ് വരുന്നത് രാജാവായിട്ടല്ല, പിന്നെ ആരായിട്ടാണ്? മണവാളനായിട്ടാണ്, കാന്തനായിട്ടാണ്. അത് കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞാണ് കർത്താവ് ആരായിട്ട് വരുന്നത്? രാജാവായിട്ട് വരുന്നത്. കർത്താവിൻ്റെ കാൽ യെരൂശലേമിനെതിരെയുള്ള ഒരുമലയിൽ ചവിട്ടുകയും കർത്താവ് രാജത്വം ഈ ഭൂമിയിൽ സ്ഥാപിക്കുകയും ചെയ്യും. ഇത് നമ്മൾക്ക് ദാവീദിൻ്റെ താക്കോലും കർത്താവുമായിട്ടൊന്ന് ബന്ധപ്പെടാം. എന്താ? ഈ രാജ്യം, ഈ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിനെ അറിയപ്പെടുന്നത് സഹസ്രാബ്ദയുഗം എന്നാണ്. ആരംഭിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ അതിനകത്തോട്ട് കയറണം, ആരൊക്കെ അതിനകത്ത് കയറണ്ട എന്ന് തീരുമാനിക്കുന്ന ആരാണ്? കർത്താവായ യേശുക്രിസ്തു. ഇതാണ് ഇവിടെ യോഹന്നാനിലൂടെ വലിയവനായ കർത്താവ് പ്രകാശനം ചെയ്തിരിക്കുന്ന വലിയ സത്യം. എന്താ? കർത്താവിൻ്റെ പക്കൽ ദാവീദിൻ്റെ താക്കോൽ. നമുക്ക് ഈ ദാവീദിൻ്റെ താക്കോൽ ഉപയോഗിച്ച് കർത്താവ് ദൈവരാജ്യത്തിൻ്റെ കവാടം തുറക്കുന്ന സമയത്ത് നമ്മൾ ആരുടെ കൂടെ ഉണ്ട്? നമ്മൾ കർത്താവിൻ്റെ കൂടെ ഉണ്ട്. നമ്മളോട് ഒരുമിച്ച് എന്ത് ചെയ്യുന്നത്? ഈ രാജ്യത്തിലേക്ക്
പ്രവേശിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികൾ കർത്താവിനോട് നിന്റെ രാജ്യം വരയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരിക്കലും അസ്ഥാനത്തല്ല. ആ പ്രാർത്ഥന നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ അവകാശമുള്ള പ്രാർത്ഥന തന്നെയാണ്. ഇനി നമ്മളുമായിട്ട് കർത്താവിൻ്റെ ഈ താക്കോൽ ബന്ധം, അത് നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണെന്നറിയാമോ? 1:18 തന്നെയാണ്. എന്താ? മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കർത്താവിൻ്റെ കൈവശമുണ്ട്. ഞാൻ ഈ വിഷയമൊക്കെ കൺവെൻഷനൊക്കെ ഞാൻ പലയിടത്തും സുവിശേഷ യോഗങ്ങളിൽ പലയിടത്തും പ്രസംഗിച്ചിട്ടുള്ള കാര്യമാണ്. കർത്താവിൻ്റെ കയ്യിൽ ഈ താക്കോൽ ഉപയോഗിച്ച് താൻ ഏറ്റവും ഒടുവിൽ ക്രൂശിൽ മരിക്കുമ്പോൾ കള്ളനോട് പറഞ്ഞത്, ഞാൻ ഇന്നൊരു വാതിൽ തുറക്കുകയാണ്. എന്താ? ഏതെനിൽ അടച്ച ആ വാതിൽ ഞാൻ തുറക്കുകയാണ്. ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിൽ ഇരിക്കും. സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന നമ്മുടെ കർത്താവ്, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ തുറന്നവനാണ് നമ്മുടെ കർത്താവ്. മരണത്തിൻ്റെ അധികാരിയായ പിശാചിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ നമ്മൾക്ക് വേണ്ടി ആ മരണത്തിൻ്റെ വാതിൽ തുറന്ന് നമ്മളെ അവിടെ നിന്ന് വിടുവിച്ചവനാണ് നമ്മുടെ കർത്താവ്. ആ വിധത്തിൽ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുള്ളവനായ കർത്താവിനോടാണ് പുതിയ നിയമ വിശ്വാസികൾക്ക് കൂടുതൽ അടുപ്പവും ബന്ധവും ഉള്ളത്. അപ്പോൾ ഇവിടെ മൂന്നാമത് നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ കണ്ടത് ദാവീദിൻ്റെ 3 കാര്യങ്ങൾ. ക്ലാസ് കഴിയുന്നോണ്ടേ കുറേ കാലം കഴിയുമ്പോൾ എന്നെ മറന്നാലും ഇതൊന്നും മറക്കരുത് കേട്ടോ. ഈ 3 വിശേഷണങ്ങൾ, കർത്താവിനെ കുറിച്ചുള്ള 3 വിശേഷണങ്ങൾ. 1 വിശുദ്ധനാണ്, 2 സത്യവാനാണ്, 3 ദാവീദിൻ്റെ താക്കോലുള്ളവനാണ്. 4ാമത് കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 4ാമത്തെ വിശേഷണം നോക്കി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ്. കർത്താവിനെ കുറിച്ച് പറയുന്ന 4ാമത്തെ വിശേഷം അല്ലേ? 4ാമത്തെ വിശേഷണം, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവനാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ഈ കാര്യം ഒന്ന് സൂചിപ്പിച്ചായിരുന്നു അല്ലേ? ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ല, പിന്നെ ദൈവം അടച്ചാൽ ആർക്കും തുറക്കാനും സാധിക്കില്ല. ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവമക്കളും കുഞ്ഞുങ്ങളും വിശ്വാസികളായിട്ടുള്ള എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം ഒരു വാതിൽ തുറന്നാൽ അത് അടയ്ക്കാൻ ആർക്കും സാധിക്കില്ലെന്നുള്ളത് വ്യക്തമായിട്ടങ്ങ് വിശ്വസിച്ചോണം കേട്ടോ. ഇനി ദൈവം ആർക്കെങ്കിലും മുമ്പിൽ തുറന്നു വെച്ച വാതിൽ അടയ്ക്കാൻ നമ്മളാരും ശ്രമിക്കരുത്. ഞാൻ അതിൻ്റെ ഉദാഹരണങ്ങളോ അതിൻ്റെ വിശദീകരണങ്ങളോ ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുവിധ ദൈവം ഒരു വാതിൽ, ഒരു സഹോദരിക്ക് ദൈവം ഒരു വാതിൽ തുറന്നു കൊടുത്താൽ അത് എന്ത് ചെയ്യരുത്? അടയ്ക്കാനുള്ള ശ്രമം ഉണ്ടാവരുത്. അത് നമ്മുടെ വിശ്വാസികളെന്ന് പറയുന്നവരുടെ ഇടയിൽ, ഞാൻ വിശ്വാസികളെന്ന് പറയുകയല്ല, വിശ്വാസികളെന്ന് പറയുന്നവരുടെ ഇടയിലും ഉണ്ട് അല്ലേ? ദൈവം ചില വാതിലൊക്കെ തുറക്കുന്ന കാണുമ്പോൾ, ചിലർക്ക് ചില വാതിലൊക്കെ തുറക്കുന്നത് കാണുമ്പോൾ അവർക്ക് ഈ അസൂയ എന്ന് പറയുന്ന രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ വാതിൽ എങ്ങനെയും അടയ്ക്കാൻ ഉള്ള താല്പര്യമൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് ഇത് അഭിമുഖീകരിക്കുന്ന ഒരു വിഭാഗം ഞങ്ങളെപ്പോലുള്ള സുവിശേഷന്മാരാണ്. ഒത്തിരി പേര് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞെരുക്കങ്ങളൊക്കെ അനുഭവിക്കും. പിന്നെ ഇതിനകത്തൊന്നും പരാതിയില്ലാത്തവരാണ് ദൈവം വിളിച്ചിറങ്ങിയ ദൈവദാസന്മാർക്ക്. അതിനകത്തൊന്നും ഒരു പരാതിയില്ല, ഓരോരുത്തരും അവരുടെ ജോലി ചെയ്യുന്നു എന്നുള്ളത്. ഈ കല്യാണം മുടക്കികളൊന്നും ആകരുത് ആരും. വിശ്വാസികൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ചോണം കേട്ടോ. ദൈവം ആർക്കെങ്കിലും ഒരു വഴി തുറക്കുന്നെങ്കിൽ ന്യായമല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് ആ വഴി അടയ്ക്കാൻ നമ്മൾ ശ്രമിക്കരുത്.
ഇനിയും മറ്റൊരു കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പറഞ്ഞതാണ്. ദൈവം അടച്ച വാതിലിൻ്റെ മുമ്പിൽ നിന്ന് നമ്മളാരും കരയരുത്. തുറക്കണേ തുറക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ കരയരുത്. അത് ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സത്യമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ വിശ്വാസികൾ ഇതൊക്കെ പാഠം, ഈ വിശ്വാസികൾ പ്രായോഗികമാക്കേണ്ട പാഠമാണ്. ദൈവം അടച്ചതിനെ തുറക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഹിസ്കിയാ രാജാവിനോട് ദൈവം പറഞ്ഞു, നീ ഇങ്ങ് പോരെ, നിൻ്റെ സമയമായി, നീ ഇങ്ങ് പോരാമോ, അല്ലേ? പുള്ളി മുഖം ചുവരിനോട് ചേർത്ത് വെച്ച് കരഞ്ഞ് നിലവിളിച്ച് എനിക്ക് ഇനി ആയുസിനെ ദീർഘമാക്കി തരണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെ 15 വർഷം കൂടെ ദൈവം തമ്പുരാൻ നീട്ടിയുള്ളൂ. ഈ 15 വർഷം കൊണ്ട് അയാൾ ചെയ്യാൻ പാടില്ലാത്ത മുഴുവൻ കുഴപ്പങ്ങളും ഒപ്പിച്ചു. അതേസമയം ദൈവമായിട്ട് ആയുസിലങ്ങ് പോയിരുന്നെങ്കിലോ? അതാണ്, ദൈവം ഒരു വഴി അടച്ചാൽ നമ്മുടെ ശാഠ്യത്തിന് ദൈവം ചില വാതിൽ ദൈവം തുറക്കും. എന്താ? നമ്മളെ ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഇവിടെ കർത്താവിനെ കുറിച്ച്, നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താ? ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ എന്ന്. ഈ വാതിൽ തുറക്കുക എന്നുള്ളതിനോട് ബന്ധപ്പെട്ട് പുതിയ നിയമത്തിൽ ചില പ്രയോഗങ്ങൾ, ചില സ്ഥാനങ്ങളിൽ ചില കാര്യങ്ങൾ ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. അത് ഞാൻ വേഗം ഒന്ന് ചൂണ്ടിക്കാൻ. ഒന്ന്, പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് കൊരിന്ത്യരോട്, പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് 16-ാം അധ്യായത്തിൻ്റെ 8ഉം 9ഉം വാക്യങ്ങൾ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ. ഈ ലേഖനം പൗലോസ് എഴുതുന്നത് എഫെസോസിൽ നിന്നാണ്. പൗലോസ് പറയുകയാണ്, കൊരിന്ത്യരോട് പറയുകയാണ്, ഞാൻ പെന്തക്കോസ്റ്റ് വരെ എന്ത് ചെയ്യും? എവിടെ പാർക്കും? എഫെസോസിൽ പാർക്കും. എന്താ അതിൻ്റെ കാരണം? എന്തോ എനിക്ക് വലുതും വിശാലവുമായ സഫലവുമായ ഒരു വാതിൽ കർത്താവ് തുറന്നിരിക്കുന്നു. കർത്താവ് തുറക്കുന്ന വാതിൽ ഒന്ന് ഇതാണ്, വേലയ്ക്കുള്ള വാതിലാണ്. വലുതും വിശാലവുമായ, അഥവാ വലുതും സഫലവുമായ ഫലകരവുമായ വാതിൽ എനിക്ക് കർത്താവ് തുറന്നിരിക്കുന്നു. നമ്മൾ ഇതും ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ദൈവം തുറന്ന വാതിലുകളിലൂടെ നമ്മൾ ശുശ്രൂഷയ്ക്ക് തയ്യാറാകുന്നതാണ് ഫലമുണ്ടാകാൻ കാരണമായി തീർന്നത്. ദൈവം തുറന്ന വാതിൽ. ഇനി മറ്റൊരു കാര്യം പൗലോസ് പറയുന്നുണ്ട്. ഇവിടെ താൻ പറയുന്നു, എനിക്ക് എഫെസോസിൽ വലുതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. അത് നമ്മൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 20-ാം അധ്യായം വായിക്കുമ്പോഴും 19-ാം അധ്യായം വായിക്കുമ്പോഴും അത് കാണാം. എഫെസോസിൽ തുറന്ന ആ വാതിൽ, ആ തുറന്ന വാതിലാണ് പൗലോസ് തുറന്നൂസിൻ്റെ പാഠശാലയിൽ 2 വർഷം ദൈവവചനം പഠിപ്പിച്ചതൊക്കെ ആ തുറന്ന വാതിൽ കൊണ്ടാണ് താൻ അവിടെ പഠിച്ചത്. അങ്ങനെ താൻ അവിടെ വെച്ച് വചനം ശുശ്രൂഷിച്ചാണ് ഈ വെളിപാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സഭകളിൽ മിക്കതും ഉണ്ടായത്. സഫലമായ വാതിൽ കർത്താവ് തനിക്ക് തുറന്നു കൊടുത്തു. അതെവിടെ? എഫെസോസിൽ കർത്താവ് തുറന്ന വാതിലാണ്. ഇനി നോക്കുക, പൗലോസ് അപ്പോസ്തലൻ വേറൊരു കാര്യം പറയുന്നുണ്ട്. പൗലോസിനെ കൊണ്ട് ദൈവം ചെയ്ത, അഥവാ പൗലോസിന് ദൈവം കർത്താവ് തുറന്നു കൊടുത്ത വേറൊരു വാതിലിനെ കുറിച്ച് പറയുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 14-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. ഇത് അന്ത്യോക്യയിലെ 2-ാം മിഷണറി യാത്ര കഴിഞ്ഞിട്ട് പൗലോസും ബർന്നബാസും കൂടെ ചെന്നിട്ട് സഭയെ വിളിച്ചു കൂട്ടി പറയുന്ന ഒരു കാര്യമാണ്.
ആ പറയുന്ന റിപ്പോർട്ടിൽ പറയുന്നത് നോക്കി എന്താ? ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും പിന്നെ ജാതികൾക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തതും. കണ്ടോ? ജാതികൾക്ക് പൗലോസിനെ കൊണ്ട് ദൈവം ഒരു വാതിൽ തുറന്നു കൊടുപ്പിച്ചു. ഏതാ? വിശ്വാസത്തിൻ്റെ വാതിൽ. അപ്പോൾ കർത്താവിൻ്റെ മക്കളായിരിക്കുന്ന ദൈവമക്കളായിരിക്കുന്ന നമ്മൾ പ്രത്യേകം ഓർക്കണം, കർത്താവ് ചില സന്ദർഭങ്ങളിൽ ചില വാതിൽ നമ്മൾക്ക് തുറന്നത്, ആ വാതിൽ പ്രയോജനകരമായി സഫലമായി നമ്മൾ ഉപയോഗിക്കണം. ഞാൻ ഒരു വാക്ക് ഈ പൗലോസിൻ്റെ ഈ ജാതികൾക്കുള്ള വിശ്വാസത്തിൻ്റെ വാതിൽ ദൈവം തുറന്നു കൊടുത്തു, കർത്താവ് തുറന്നു കൊടുത്തു എന്ന് പറയുന്ന അതിനോട് ചേർത്തൊരു കാര്യം ഒന്ന് സൂചിപ്പിക്കാം. ഇതെപ്പോഴാണ് പൗലോസ് തീരുമാനം എടുക്കുന്നതെന്നറിയാമോ? ജാതിയുടെ ഇടയിലേക്ക് പോകാൻ തീരുമാനം എടുക്കും എപ്പോഴാണ്? യഹൂദന്മാർ തൻ്റെ വചനത്തിന് കാത് നൽകാതിരുന്നപ്പോഴാണ് തൻ്റെ കാലിലെ പൊടി തട്ടിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെയാണ് കാരണക്കാരൻ. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷവുമായി പോവുക. ഞാനിത് എന്തിനാ പറഞ്ഞതെന്നറിയാം? ചുമ്മാ പറഞ്ഞതല്ല. എന്താ? ഒരു വാതിൽ പൗലോസിൻ്റെ മുമ്പിൽ ദൈവം അടച്ചു. ഏത് വാതിൽ? യഹൂദന്മാരോട് സുവിശേഷം അറിയിക്കാനുള്ള നിയോഗം. ആ നിയോഗത്തിൻ്റെ വാതിൽ കർത്താവ് അടച്ചിട്ടാണ് എങ്ങോട്ടുള്ള വാതിൽ തുറന്നത്? ജാതികൾക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ തുറക്കാൻ വേണ്ടി ആ വാതിൽ ദൈവം തുറന്നു കൊടുക്കുന്നത്. ഇവിടെ നമുക്കൊരു സത്യം അറിയാൻ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഒരു വാതിൽ ദൈവം അടച്ചാൽ മറ്റൊരു വാതിൽ ദൈവം തുറക്കും. എല്ലാ വാതിലും കൂടെ ഒന്നിച്ച് ദൈവം അടക്കുകയില്ല. ശുശ്രൂഷയ്ക്ക് അവസരമുണ്ട്. ഞാൻ സമയലാഭത്തിന് വേണ്ടി വേഗം മുന്നോട്ട് പോകട്ടെ. കർത്താവ് ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനാണ്. നാലാമത്തെ വിശേഷണമാണ് ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവനാണ്. ഇനി 8-ാം വാക്യത്തിലേക്ക് നമ്മൾ വരാം. അപ്പം നമ്മൾ 3 കാര്യങ്ങൾ അധികം വിശദീകരിച്ചല്ലെങ്കിൽ 3 വിഷയങ്ങൾ ചിന്തിച്ചു. ഒന്ന്, ഫിലദൽഫിയ പട്ടണം. 2, ഫിലദൽഫിയ സഭ. 3, ദൂത് നൽകുന്ന കർത്താവ്. 4-മതായി കർത്താവ് ഈ സഭയെക്കുറിച്ച് പറയുന്ന ഇതിനകത്ത് നമ്മൾ ചിന്തിച്ചായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. ഒരു ദോഷാരോപണം ഈ സഭയെക്കുറിച്ച് കർത്താവ് പറയുന്നില്ല. ഉണ്ടോ? സ്മുർനയെക്കുറിച്ചും ഫിലദൽഫിയയെക്കുറിച്ചും കർത്താവ് ഒരു ദോഷാരോപണവും നടത്തുന്നില്ല. എന്താണ് ഈ സഭയെക്കുറിച്ച് കർത്താവ് പറയുന്ന പ്രശംസാവചനം, കമൻറ്റേഷൻ? ഈ ഭാഗത്ത് നമ്മൾക്കൊന്ന് ഓടിച്ചു നോക്കാം. അതൊരു നല്ല പഠന വിഷയമാണ്. നിങ്ങൾ ചിന്തിക്കും. എല്ലാ സഭയെക്കുറിച്ചും പറയുന്നത് പോലെ ഫിലദൽഫിയ സഭയെക്കുറിച്ചും കർത്താവ് ആ വാചകം പറഞ്ഞുകൊണ്ട് തന്നെ ആരംഭിക്കുന്നു. ഏതാ വാചകം? 8-ാം വാക്യം തുടങ്ങുന്നത് ഞാൻ നിൻ്റെ പ്രവൃത്തി. എല്ലാ സഭയെക്കുറിച്ചും കർത്താവ് പറയുന്ന ഒരു കാര്യം എന്താ? ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. അത് അന്നത്തെ ഈ സഭയുടെ കാര്യം മാത്രമല്ല, പിന്നെ ഇന്നത്തെ സിയോമ്പുന്ന സഭയുടെ കാര്യം കൂടെയാണ് ഈ പറഞ്ഞത്. നമ്മുടെ പ്രവൃത്തി കർത്താവ് അറിയുന്നു, ഒരു സഭയെന്ന നിലയിൽ. എന്നിട്ട് കർത്താവ് 4 പ്രധാനപ്പെട്ട പ്രശംസാവചനങ്ങൾ, മുമ്പേ നമ്മൾ ചിന്തിച്ച പോലെ കർത്താവിനെക്കുറിച്ചുള്ള 4 വിശേഷണം എന്നതുപോലെ തന്നെ 4 പ്രശംസാവചനങ്ങൾ കർത്താവ് പറയുന്നു. എന്തൊക്കെയാണ്? ഒന്ന്, 8-ാം വാക്യം 2-ാം ഭാഗം. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. കർത്താവിനെ കുറിച്ച് പറയുന്ന
നല്ല വചനം. ബൈബിളിൽ നോക്കിക്കോണേ. ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ വേറെ പുസ്തകത്തിൽ നോക്കി പഠിച്ചോണം. എന്താ? നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് വായിക്കുന്നുണ്ട്, നമുക്ക് തോന്നുന്നു ഇതൊരു ദോഷമല്ലേ കർത്താവ്, ഇതൊരു ദോഷമല്ലേ? നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എന്ന് പറയുന്ന ഒരു ദോഷമല്ലേ? അല്ല, ഇത് കർത്താവ് നല്ല അർത്ഥത്തിലാണ് ഇവരെക്കുറിച്ച് പറയുന്നത്. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എന്ന് പറഞ്ഞാൽ ഫിലദൽഫിയ വലിപ്പം സംബന്ധിച്ച് നോക്കിയാൽ, ആളെണ്ണം സംബന്ധിച്ച് നോക്കിയാൽ ചെറിയൊരു സഭയാണ്. അതാണ് ഇവിടെ. നിൻ്റെ കൂടെ അധികം ആളുകളൊന്നുമില്ല, നീ ഒരു ചെറിയ സഭയാണ്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. നോക്കണം, ഇത് സംബന്ധിച്ച് നമ്മുടെ കർത്താവ് ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ, ലൂക്കോസ് 12:22 കർത്താവ് ഈ ആശയം വരുന്ന ഒരു വാചകോടെ പറയുന്നുണ്ട്. എന്താ? ചെറിയ കൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട. ഒരു ചെറിയ കൂട്ടമാണ് ഏത്? ഫിലദൽഫിയ സഭ. അംഗബലം നോക്കിയാൽ ഇവർ വലിയ ശക്തിയുള്ള ഒരു സഭയൊന്നും അല്ല. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട, നമ്മളെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു വലിയ ആത്മീയ സത്യം ഇവിടെ ഉണ്ട്. ദൈവത്തിന് വേണ്ടത് വലിയ വലിയ ആളുകളെയും വലിയ വലിയ കൂട്ടങ്ങളെയും ഒന്നും അല്ല. ദൈവത്തിന് വലിയ ശക്തിയില്ലാത്തവരെയാണ് ദൈവത്തിന് വേണ്ടത്. ഞാൻ ഒരു ഭാഗം മാത്രം പറയാം. സാധാരണ നമ്മുടെ ആരാധന വേളകളിലൊക്കെ നമ്മൾ വായിക്കുകയും പലരും ധ്യാനിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന, ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വേദഭാഗമാണ് 1 കൊരിന്ത്യർ എഴുതിയ 1-ാം ലേഖനം 1:26 വാക്യം. 1 കൊരിന്ത്യർ 1:26 മുതൽ അതിൻ്റെ അവസാനം വരെയുള്ള ഭാഗം വീട്ടിൽ പോയി വായിക്കണമെന്ന് ഞാൻ പറയുന്നത് പ്രയോജനകരമാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലർക്ക് വായിക്കുമായിരിക്കും അല്ലേ? വീട്ടിൽ പോയി ഒന്ന് വായിച്ചിട്ട് ദൈവത്തെ ആരാധിച്ചിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്. നോക്കിയാൽ ആ 26-ാം വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെന്നു ദൈവത്തിന് സ്തോത്രം. ഇതാണ് ഈ വാക്യത്തിൻ്റെ ശരിക്കുള്ള അർത്ഥം. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? നിങ്ങളുടെ വിളി നോക്കിയേ. നിങ്ങൾ വലിയ ആളുകളാണോ? ലോക അഭിപ്രായപ്രകാരം നിങ്ങൾ ജ്ഞാനികളാണോ? നിങ്ങൾ ബലവാന്മാരാണോ? നിങ്ങൾ കുലമഹിമയുള്ളവരാണോ? എന്നാൽ ദൈവത്തിന് സ്തോത്രം, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. എന്തിന്? തൻ്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുത്താൻ വേണ്ടി. ദൈവം എപ്പോഴും ബലഹീനമായതിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഓർക്കണം, നമ്മുടെ ബലം അനുസരിച്ചല്ല ദൈവത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കപ്പെടുക. ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്, ഉപകരണമല്ല ഉപയോഗിക്കുന്നവനാണ് പ്രാധാന്യം അറിയിക്കുന്നത്. ഉപകരണമല്ല, പിന്നെ ഉപയോഗിക്കുന്ന ശക്തി അനുസരിച്ചാണ്, ഉപയോഗിക്കുന്നവൻ്റെ വൈഭവം അനുസരിച്ചാണ് ഉപകരണം കൊണ്ടുള്ള സാധ്യത ഉണ്ടാകുന്നത്. എന്ന് ചിന്തിച്ചേ, ഒരു കഴുതയുടെ താടി, ഒരു പച്ച കഴുത താടി നമ്മുടെ കയ്യിൽ കിട്ടിയാൽ എന്ത് ഗുണമോ? എന്നാൽ ആ ഒരൊറ്റ കഴുതത്താടിയൽ കൊണ്ടാണ് കുന്ന് 1, കുന്ന് 2, കുന്ന് 3 എന്ന് പറയുന്നത് ശിംശോൻ മഹത്തരമായ വേല നിർവഹിച്ചത്. അപ്പോൾ വിളിക്കപ്പെട്ട നമ്മളല്ല, വിളിച്ച കർത്താവാണ്. തിരഞ്ഞെടുക്കപ്പെട്ട നമ്മളല്ല, തിരഞ്ഞെടുത്ത കർത്താവാണ് മഹത്തരകമായി നമ്മളെ ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ കേൾക്കുകയും പറയുന്നതാണെങ്കിലും ഞാനൊന്ന് ആവർത്തിക്കുക. അല്പമാം ഉപകരണം കൊണ്ട് നൽപ്പെഴുന്ന മഹത്തായ
വേലകൾ ചെയ്യുന്ന ശില്പികളുടെ ഉടയവനാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുകയാണ്, നിനക്കല്പമേ ശക്തിയുള്ളൂ എന്ന്. 12-ാം അധ്യായം, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം, 12-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, 12-ന്റെ 10. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനു വേണ്ടി ബലഹീനത, കൈയേറ്റം, ബുദ്ധി, ഉപദേശം, ദീർഘം എന്നിവ സഹിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാവും. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ നമ്മുടെ ഈ പ്രാർത്ഥനാ യോഗത്തിന് വചനം ശുശ്രൂഷിച്ചത് ചാൾസ് ഓർമ്മ. അദ്ദേഹത്തിൻ്റെ പുഷ്കര കാലഘട്ടത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം കെ മാറ്റി സാറും എല്ലാം കൂടെ ഓടിയത് കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിർത്തിയത്, ഇന്ന് ബലഹീനനായിട്ടുണ്ട്. എന്നാൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ നമ്മളെ ശക്തരാക്കാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. പൗലോസ്ലീഹ പറഞ്ഞതാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും അറിയാം. ഈ ബലഹീനത എനിക്ക് വയ്യായേ എന്ന് പറഞ്ഞ് ആരും ഇരിക്കരുത് കേട്ടോ. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. നിനക്കല്പമേ ശക്തിയുള്ളൂ. നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്, നിനക്കല്പമേ ശക്തിയുള്ളൂ. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നതുമാണ്. പക്ഷെ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ സാധിക്കും. ഇതൊക്കെ ദൈവജനത്തിൽ വലിയ സത്യങ്ങളാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനമാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എഫേസ്യ ലേഖനത്തിൽ കയറി 4-ാം അധ്യായം കഴിഞ്ഞു. അപ്പോൾ ആ ഗലാത്യ ലേഖനം വായിച്ചപ്പോൾ നമ്മൾ ഈ കുടുംബ പ്രാർത്ഥനയ്ക്ക് ബൈബിൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഓടിച്ചങ്ങ് വായിച്ചല്ലേ, അങ്ങ് തീർക്കണം പെട്ടെന്ന് അല്ലേ? മക്കളൊക്കെ കേൾക്കുന്നോ? കുറേ ഇരിക്കുന്ന ആളൊക്കെ കേൾക്കുന്നോ? കുടുംബ പ്രാർത്ഥനയ്ക്ക് വേറെ ദിവസം വായിക്കുന്നത് എങ്ങനെയാണ്? എങ്ങനെയും വായിച്ചങ്ങ് ഒറ്റ അക്ഷരം വിടാതെ സസൂക്ഷ്മം ശ്രദ്ധിച്ചു വേണം ദൈവം നമ്മൾ കേട്ടോ. അവിടുന്നൊക്കെ കിട്ടുന്ന അത്യഗാധമായ സത്യങ്ങൾ വളരെ വലുതാണ്. പൗലോസിന് പരസഹായം കൂടെ, ഞാനിവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പരസഹായം കൂടാതെ ഒരു നിമിഷം പോലും പൗലോസിന് ജീവിക്കാൻ പറ്റില്ല. എന്തിനായിരുന്നു ഈ പൗലോസിൻ്റെ കൂടെ എപ്പോഴും യാത്രക്കാർ കൂടെ അവിടെ കൊണ്ടുവന്ന്? എന്തിനായിരുന്നു? ഗലാത്യ ലേഖനം വായിക്കുമ്പോഴറിയാം, അവിടെ പൗലോസ് പറയുന്നുണ്ട്, എത്ര വലിയ അക്ഷരമായിട്ടാണ് ഞാൻ എഴുതി തന്നിരിക്കുന്നത്. എഴുതാൻ പറയുന്നുണ്ട്, അവരോട് പറയുന്നുണ്ട്, കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് തരുവാൻ നിങ്ങൾക്ക് മനസ്സാകുന്നതാണ് എന്ന് പറഞ്ഞാൽ പൗലോസിൻ്റെ കണ്ണിന് തീരെ കാഴ്ചയുണ്ടായിരുന്ന ആളല്ല. അതുകൊണ്ടാണ് താൻ ലേഖനങ്ങൾ താനല്ല എഴുതിയത്, പിന്നെ തൻ്റെ കൂടെയുള്ളവരെ കൊണ്ടാണ് താൻ ലേഖനങ്ങൾ എഴുതിച്ചത്. അവിടെ താൻ ഗലാത്യ ലേഖനങ്ങൾ എത്ര വലിയ അക്ഷരമായ എന്ന് പറഞ്ഞാൽ പൗലോസ് ഒരു വാക്ക് എഴുതണമെങ്കിൽ വലിയ അക്ഷരമായിട്ട് എഴുതണമായിരുന്നു. തൻ്റെ കണ്ണിനേതോ ദീനമുണ്ടായിരുന്നു. അത് എൻ്റെ ശരീരത്തിൻ്റെ ബലഹീനത നിമിത്തം, ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്, ബൈബിൾ ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിവരിച്ച് പറയുന്നത് കേട്ടോ. പൗലോസ് പറയുന്നത്, വെറുപ്പോ നിങ്ങൾക്ക് വെറുപ്പോ നിന്നയോ കൂടാ. ഗലാത്യരോട് പൗലോസ് പറയും, നിങ്ങൾക്ക് വെറുപ്പോ. അപ്പോൾ പൗലോസിൻ്റെ രോഗം മറ്റുള്ളവർക്ക് വെറുപ്പും നിന്നയും ഉളവാക്കുന്ന രോഗമായിരുന്നു. അതായിരുന്നു പൗലോസിൻ്റെ ജഡത്തിലെ ശൂലം. ഞാൻ ചോദിക്കട്ടെ, ആ 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആ കൊച്ചു മനുഷ്യനെ കൊണ്ട് സ്വർഗത്തിലെ ദൈവം ചെയ്തെടുത്ത വേലകളോളം സഭാചരിത്രത്തിൽ വേറെ ഒരു വ്യക്തിക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
ഇതാണ് ദൈവത്തിൻ്റെ മഹത്വം. പൗലോസേ, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. കരുത്തനായി ഞാൻ നിന്നോട്, കരുത്തനാം അവൻ കരത്തിനാൽ പിടിച്ചിരിക്കുക. വിഷമിക്കേണ്ട കാര്യമില്ല. ഈ ക്ലാസ്സൊക്കെ നമുക്കൊരു ഉത്സാഹവും ധൈര്യമൊക്കെ ഉണ്ടാക്കിയിട്ട് കേട്ടോ. നമ്മുടെ ബലഹീനതയിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്കായി ദൈവത്തിന് നാം സ്തോത്രം ചെയ്യുവാൻ ആവശ്യമുണ്ട്. നമ്മളെ ഏത് കാലഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും നിലനിർത്താനും നമ്മളെ ഉപയോഗിക്കുവാനും നമ്മുടെ കർത്താവ് ശക്തനാണ്. ഫിലദൽഫിയ സഭ എണ്ണം നോക്കിയാൽ അവരൊരു ചെറിയ സഭയാണ്. എന്നാൽ ആ സഭയിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവകൃപയിൽ നിലനിൽക്കുന്ന, കർത്താവിന് വേണ്ടി വീറോടെ ശോഭിക്കുന്ന ദൈവജനങ്ങളാൽ ആ സഭ അനുഗ്രഹീതമായത്. രണ്ടാമത്, ഈ സഭയെക്കുറിച്ച് കർത്താവ് പറയുന്ന ശ്ലാഘ്യ വചനം, അവർക്ക് കൊടുക്കുന്ന ശ്ലാഘ്യപത്രം. ഒന്ന്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. രണ്ടാമത്തെ നോക്കിയ 10-ാം വാക്യം, നീ എൻ്റെ വചനം എന്ത് ചെയ്തു? കാത്തു. ഞാനിത് പെട്ടെന്ന് ഓരോ വളരെ വലിയ വിജയം വിവരണം കൂടാതെ ഞാനങ്ങ് പറഞ്ഞു പോകാം. എന്തായി പറഞ്ഞത്? നീ എൻ്റെ വചനം കാത്തു എന്ന് പറഞ്ഞാൽ നീ അനുസരിക്കുന്ന സഭയാണ്. വചനം കാക്കുക. They kept Christ's word എന്നാണ്. കർത്താവിൻ്റെ വചനം അവരെന്ത് ചെയ്തു? കാത്തു. കാത്തു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? വചനം അനുസരിച്ചു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഞാൻ വേഗം പറയട്ടെ. ഇയ്യോബ് തൻ്റെ സാക്ഷ്യം, താൻ തന്നെ, തൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ശരിയാണ്, തന്നെക്കുറിച്ച് താൻ പറയുന്ന കാര്യം ഇയ്യോബിൻ്റെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, 23-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ എടുക്കുന്നവർ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ ഒന്ന് വായിച്ചെന്നാണ്. 23:12, ഞാൻ അവൻ്റെ അധരങ്ങളുടെ കൽപ്പന വിട്ട് പിന്മാറിയിട്ടില്ല, അവൻ്റെ വായിലെ വചനങ്ങളെ എൻ്റെ ആഹാരത്തേക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു. ഇയ്യോബ് പറയുകയാണ്, എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പന വിട്ട് ഞാൻ പിന്മാറിയിട്ടില്ല. ദൈവവചനം അനുസരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾക്കവിടെ കാണാം. മാർട്ടിൻ ലൂതറിന് ഈ ഇമ്പീരിയൽ ഡയറ്റിൻ്റെ മുമ്പിൽ ഒരു വിസ്താരം നടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞ് ഈ കത്തോലിക്ക സഭയുടെ വലിയ ഏറ്റവും ഉയർന്ന സിനഡ് മാർട്ടിൻ ലൂതറിനെ വിസ്തരിക്കുന്ന സമയത്ത് സഭയെ ധിക്കരിച്ചു എന്ന് തന്നെ ആവർത്തിച്ചവർ ഈ വിസ്തരിക്കുന്ന ബിഷപ്പന്മാരും മുകളിലോട്ടുള്ള കർദിനാൾമാരും ഒക്കെ കുറ്റപ്പെടുത്തിയ സമയത്ത് താൻ പറഞ്ഞ വാചകം ഞാനും ഇവിടെ എഴുതിയിട്ടുണ്ട്. താൻ പറഞ്ഞത് എങ്ങനെയാണ്? എൻ്റെ മനസ്സാക്ഷി ദൈവവചനത്തിൻ്റെ തടവറയിൽ അകപ്പെട്ടു പോയി. താൻ പറയുകയാണ്, എനിക്ക് ഇതനുസരിക്കാതിരിക്കാൻ കഴിയുകയില്ല. കാരണം എൻ്റെ മനസ്സാക്ഷി എവിടെ? ദൈവവചനം എന്ന തടവറയിൽ അടയ്ക്കപ്പെട്ടു വരികയാണ്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവവചനം എത്രമാത്രം അനുസരിക്കുന്നു, എത്രമാത്രം കേൾക്കുന്നു എന്നതിനേക്കാൾ എന്ന് പറഞ്ഞത് അത്ര ശരിയല്ല. വചനം കേൾക്കണം, എന്നാൽ ആ കേൾക്കുമ്പോൾ തന്നെ ദൈവവചനം അനുസരിക്കാനുള്ള മനസ്സുണ്ടാകണം. ആദിമ സഭകളുടെ ഏറ്റവും വലിയ മഹത്വം അവർ ദൈവവചനം കേൾക്കുക മാത്രമല്ല, അത് അനുസരിക്കുന്നവരായിരുന്നു. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം വിശ്വാസികളെല്ലാവരും പഠിച്ചിരിക്കേണ്ട എത്ര വിഷയങ്ങളുണ്ടെന്നറിയാമോ? 1-ാം അധ്യായത്തിൽ ഞാൻ ഈ ഓരോ ഭാഗങ്ങളും പറയുമ്പോൾ എൻ്റെ ഹൃദയം അവിടോട്ടങ്ങ് പോകും. ആ ഭാഗത്ത് ഞാനങ്ങ് നാടൻ ഭാഷ പറഞ്ഞ് ഞാനങ്ങ് മേയും. ഒരാട്
ഒരു പശു ഒരു മേച്ചിൽ പുറത്തെത്തിയാൽ അത് അവിടെ നിന്നിങ്ങനെ മേയുന്നത് പോലെ ദൈവജനത്തിലെ ഓരോ ഭാഗങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നിന്നങ്ങ് മേയുകയാണ്. പച്ചമേച്ചിൽ നിന്നുള്ള പാട്ടൊക്കെ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച മറ്റോ നമ്മൾ പാടുകയുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായമൊക്കെ എൻ്റെ മനസ്സിലോട്ട് വരുമ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് ആത്മീയ പാഠങ്ങളാണ് എൻ്റെ മുമ്പിൽ. അതിൽ ഒന്നെന്താണെന്നറിയാം? ദൈവവചനം എന്നുള്ളതാണ്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിലെ ഒരു പ്രധാന വിഷയം എന്താണെന്നറിയാമോ? ദൈവവചനം എന്നുള്ളതാണ്. ദൈവവചനത്തോട് ഒരു വിശ്വാസിക്കുള്ള പ്രതികരണത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത്, കേട്ടിട്ട് തന്നെ എന്ത് ചെയ്യരുത്? ചതിക്കരുത്. അതിനെ ചെയ്യുന്നവരായിരിക്കണം, അതിനെ അനുസരിക്കുന്നവരായിരിക്കണം. ദൈവമക്കളെ, ഞാൻ എൻ്റെ ജീവിതാനുഭവം ഒന്ന് പറഞ്ഞോട്ടെ. എൻ്റെ ഒരു അനുഭവമായിട്ട് ഞാൻ പറഞ്ഞോട്ടെ. ദൈവവചനത്തിലെ ഒരു സത്യം ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് പ്രകാശിപ്പിച്ചു തന്നു കഴിഞ്ഞാൽ ആ വചനത്തോട് ബന്ധപ്പെട്ട ഒരു പരീക്ഷ എനിക്ക് നേരിട്ടാൽ ആ പരീക്ഷ വരുമ്പോൾ തന്നെ ആ വചനമാണ് എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു ഓർമ്മ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ധ്യാനിക്കുന്ന വചനം ആഹാരത്തേക്കാൾ എന്ത് ചെയ്യണം? സൂക്ഷിച്ചെങ്കിൽ മാത്രമേ ആ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ആ സന്ദിഗ്ധ ഘട്ടത്തിൽ എത്തുകയുള്ളൂ. ദൈവവചനം അനുസരിക്കുക. നമ്മുടെ മധ്യത്തിൽ ദൈവദാസന്മാർ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ കേൾക്കുന്നത്ര ഭൂമിയിൽ ദൈവവചനം വേറെ ഒരു സമൂഹവും വചനം കേൾക്കുന്നില്ല. ദൈവവചനം മറ്റു പലയിടത്തും അമ്മായിയമ്മയുടെ കാര്യം, മരുമകളുടെ കാര്യം, പിള്ളേർ കോളേജിൽ പോകുന്ന കാര്യം, അവർ വസ്ത്രം ധരിക്കുന്ന കാര്യം, പിന്നെ അവരുടെ മീശയുടെ കാര്യം, അതും ഇതൊക്കെയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതാണ് ഇന്നത്തെ പ്രസംഗം. അത് കേട്ടിട്ട് കൈയടിക്കാനും ചിരിക്കാനും കുറേ ആളുകൾ. ഞാൻ കുറ്റം പറയുകയാണെന്ന് ആരും വിചാരിക്കരുത്. പക്ഷേ വചനത്തെ വചനമായി വിഭാഗിക്കുന്ന ഒരേ ഒരു വിഭാഗം ഏതാ? നമ്മുടെ സമൂഹമാണ്. കേൾക്കുന്ന കാര്യത്തിൽ, വചനം ശുശ്രൂഷിക്കുന്നതിൽ മുൻപന്തിയിൽ നമ്മളാണ്. നമ്മളെ കാര്യം കേൾക്കുന്നതിൽ മുൻപന്തിയിലായിരിക്കുന്നത് പോലെ തന്നെ എന്തു ചെയ്യണം? ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവരായിരിക്കണം. ഇവർക്ക് അല്പമേ ശക്തിയുള്ളായിരുന്നു ഫിലദൽഫിയ സഭയ്ക്ക്. പക്ഷെ അവരെന്ത് ചെയ്തു? അവർക്ക് കർത്താവ് കൊടുത്ത വചനം അവര് കാത്തു. അതാണ് അവരെക്കുറിച്ച് കർത്താവ് പറയുന്ന രണ്ടാമത്തെ ശ്ലാഘ്യ പത്രം. മൂന്നാമത് ഇവരെക്കുറിച്ച് പറയുന്നത് നമ്മൾക്ക് അല്പം കൂടെ വേഗത്തിൽ പോകാം. 8-ാം വാക്യത്തിൽ തന്നെയാണ്. 8-ാം വാക്യത്തിൽ മുമ്പ് നമ്മൾ വായിച്ച 10-ാം വാക്യത്തിലാണ്. 8-ാം വാക്യത്തിൽ കർത്താവ് നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു എന്ന് അവിടെയും പറയുന്നുണ്ട്. നീ എൻ്റെ വചനം കാത്തു. മൂന്നാമത് അവരെക്കുറിച്ച് പറയുന്നത് നോക്കി, നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചു. ഇതൊക്കെ ഇന്ന് നമ്മളെ സംബന്ധിച്ച്, കേരളത്തിൽ പാർക്കുന്ന നമ്മളെ സംബന്ധിച്ച് വലിയ പ്രശ്നമൊന്നും ഇല്ല. എൻ്റെ നാമം നിഷേധിച്ചില്ല. കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വം ഇവിടെയുണ്ട്. നമ്മൾ ഇടയ്ക്കൊന്ന് ചിന്തിക്കാൻ വിശാലമായിട്ടല്ലെങ്കിലും ഒന്ന് ചിന്തിച്ചത്. കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വം, നമ്മളെ രക്ഷിച്ചത് ആ നാമമാണ്. ആ നാമത്തിലാണ് അപ്പോസ്തലന്മാർ അത്ഭുതങ്ങൾ ചെയ്തത്, അടയാളങ്ങൾ ചെയ്തത്. ആ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ഉത്തരം കിട്ടുന്നത്. ആ നാമം ഏറ്റുപറയുമ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. ഇവിടെ കർത്താവ് ആ നാമത്തെക്കുറിച്ച് ഫിലദൽഫിയ സഭയെക്കുറിച്ച് പറയുകയാണ്, നിങ്ങൾ എൻ്റെ നാമം നിഷേധിച്ചില്ല. ഞാൻ മുമ്പ് പറഞ്ഞ വാചകം ആവർത്തിക്കട്ടെ. നമ്മൾക്കിതിൻ്റെ വലിയ മഹത്വമൊന്നും, ഈ പറഞ്ഞതിൻ്റെ മഹത്വമൊന്നും നമ്മൾക്ക് വേണ്ടതുപോലെ, അതിൻ്റെ അർത്ഥവും അർത്ഥവ്യാപ്തിയും നമ്മൾക്ക് വേണ്ടതുപോലെ മനസ്സിലായി എന്ന് വരികയില്ല.
എന്നാൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത് നമ്മുടെ ടി വിയിലെ വാർത്തയ്ക്കകത്തൊന്നും ഇത് വരികയല്ല. രക്ഷയിലേക്ക് വന്ന വിജാതീയതയിൽ, നമ്മുടെ ജോൺസൺ സഹോദരനൊക്കെ അറിയാം, വിജാതീയതയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ദൈവമക്കളെ കൊണ്ടുവന്ന് അവരുടെ ക്ഷേത്രങ്ങളിൽ നിർത്തി യേശുവിൻ്റെ നാമം നാവിലെടുത്ത് അവരെ കൊണ്ട് വേറൊരു നാമം പറയിപ്പിക്കുകയാണ്. എന്താ? ജയ് ശ്രീരാം, ജയ് ശ്രീറാം. ഏത് നാമത്തെ നിഷേധിക്കണം? യേശുക്രിസ്തുവിൻ്റെ നാമത്തെ, കർത്താവിൻ്റെ നാമത്തെ നിഷേധിക്കണം. ഏത് നാമം പറയണം? അന്യദൈവത്തിൻ്റെ നാമം പറയണം. അല്പമേ ശക്തിയുള്ളെങ്കിലും ഇവരെന്തില്ല, കർത്താവിൻ്റെ നാമം അവർ നിഷേധിച്ചില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, പോളികാർപ്പ് തുടങ്ങിയുള്ള ദൈവദാസന്മാരൊക്കെ രക്തസാക്ഷികളായിരുന്നു. പോളികാർപ്പ് കഴിഞ്ഞിട്ട് രക്തസാക്ഷിത്വം വഹിച്ച ഒരാൾ ഈ ഫിലദൽഫിയ സഭയുമായിട്ട് ബന്ധമുള്ളയാൾ. അദ്ദേഹം രക്തസാക്ഷിയാകാൻ റോമിലേക്ക് പോകുമ്പോൾ താൻ സന്ദർശിച്ച സഭയാണ് ഇത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, താൻ സന്ദർശിച്ച സഭയാണ് ഫിലദൽഫിയ സഭ. ഇവിടെ നിന്ന് താൻ പോയി താൻ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകുകയായിരുന്നു ചെയ്തത്. റോമിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഈ ഇഗ്നേഷ്യസ് അഥവാ ഇഗ്നാത്തിയോസ് ഈ സഭയ്ക്കൊരു ലേഖനം എഴുതി. ആ മനുഷ്യൻ അവിടെ വെച്ച് രക്തസാക്ഷിയായി മരിച്ചു. ഈ സഭയിലെ, ഫിലദൽഫിയ സഭയിലെ അനേക വിശ്വാസികൾ രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നു. ഞാൻ ഒരൊറ്റ വാചകം ഇതിനോട് ചേർത്ത് പറഞ്ഞ് മറ്റ് കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടിട്ട് ഞാൻ പറയട്ടെ. നമ്മൾക്കങ്ങനെ ഒരു ഘട്ടം വന്നാൽ, കർത്താവിൻ്റെ നാമത്തെ നമ്മൾ തള്ളിപ്പറയേണ്ട ഒരു കാലഘട്ടം, ഒരു ഘട്ടം വന്നാൽ നമ്മുടെ നിലപാട് എന്തായിരിക്കും? ചിന്തിക്കാൻ വേണ്ടി ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ടുള്ളത്. കർത്താവ് സഹായിക്കട്ടെ. നമ്മൾ പറയും, ഞാൻ മരിച്ചാലും കർത്താവിൻ്റെ നാമം തള്ളിപ്പറയും. ഇതാദ്യം പറഞ്ഞ ഒരു വിദ്വാനെ നമുക്കറിയാം. അല്ല, ആരൊക്കെ തള്ളിപ്പറഞ്ഞു? ഞാനില്ല. പക്ഷെ ആദ്യം തള്ളിപ്പറഞ്ഞതാരാ? കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചോണേ കേട്ടോ. ദൈവകൃപയിൽ ആശ്രയിക്കും. എപ്പോഴും ഓർത്തോണേ, എനിക്ക് അല്പമേ ശക്തിയുണ്ട്. കർത്താവിൻ്റെ കൃപയില്ലാതെ എനിക്കിവിടെ നിൽക്കാൻ സാധിക്കില്ല. കർത്താവ് ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥ പഠിപ്പിച്ചപ്പോൾ ഈ വലിയ സത്യം പഠിപ്പിച്ചു കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും മറന്നു പോകരുത്. ഇതൊന്നും നിങ്ങളുടെ നോട്ടിനകത്തോട്ട് ഞാൻ പറയുന്നതനുസരിച്ച് കയറി വരികയില്ല. എഴുതിയിട്ടെങ്കിൽ ഇതൊക്കെ നോട്ടിനകത്ത് കാണാൻ പറ്റുള്ളൂ. എന്താ കർത്താവ് പറഞ്ഞ? എന്താ? എൻ്റെ നാമനിമിത്തം അപ്പൻ നിന്നെ ഉപേക്ഷിക്കും, അമ്മ ഉപേക്ഷിക്കും, സഹോദരനോ സഹോദരിയോ ഭർത്താവോ ഭാര്യയോ ആരുമായിക്കോട്ടെ നിന്നെ ഉപേക്ഷിക്കും. ഞാൻ ബൈബിളിലെ ഒരു വാക്യം നിങ്ങളുടെ ചിന്തയ്ക്ക് പറയാം. എൻ്റെ ഓർമ്മ അത് മത്തായി 10 എൻ്റെ ഓർമ്മ. ഞാൻ ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കാൻ വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കുന്നു. പിന്നെ വാള് വരുത്താനാണ് വന്നത്. വായിച്ചിട്ടുണ്ടല്ലോ ഇല്ലേ? ഇതിൻ്റെ അർത്ഥം അറിയാമോ? നമ്മളൊരു കവലയിൽ നിന്ന് മുഴുവൻ പ്രസംഗിക്കുന്നത് എന്താ? സമാധാനം വേണോ? അതൊരുത്തം യേശുവിൻ്റെ അടുക്കൽ വാ. കർത്താവ് പറഞ്ഞു, ഞാൻ സമാധാനമല്ല. വേറൊരിടത്ത് പറഞ്ഞ എന്താ? തീ അത്രേ വരുത്തുവാൻ വന്നത്. ഒരു വീട്ടിലെ സംഭവമായി പറയുന്നത്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളതിനൊക്കെ വ്യാഖ്യാനം കണ്ടെത്തുക. ചരിത്രത്തിൽ ഒത്തിരി ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. കർത്താവിൻ്റെ നാമം നിഷേധിക്കേണ്ട രംഗത്ത് അവിടെ
കർത്താവ് ശിഷ്യത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രയോഗം ചുവന്ന മഷിക്ക് അടിവരയിട്ട് സൂക്ഷിക്കണം. എന്താണെന്നറിയാം? എൻ്റെ നാമം നിമിത്തം. കർത്താവിൻ്റെ നാമനിമിത്തമാണ്. ഫിലദൽഫിയ സഭയെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, നീ എൻ്റെ നാമം നിഷേധിച്ചു. നാലാമത് ഇവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കുക. 8-ാം വാക്യത്തിൽ തന്നെയാണ്, നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചുമില്ല. ആ 10-ാം വാക്യം, 8-ാം വാക്യമല്ല 10-ാം വാക്യം. സഹിഷ്ണുതയെക്കുറിച്ച് ഉള്ള എൻ്റെ വചനം നീ കാത്തു. നാലാമത് ഇവരെക്കുറിച്ച് പറയുന്ന കർത്താവ് പറയുന്ന ശ്ലാഘ്യപത്രം, ശ്ലാഘ്യവചനം സഹിഷ്ണുതയാണ്. അവർ സഹിഷ്ണുതയുള്ള സഭയാണ്. ഈ വാക്കൊക്കെ ഉച്ചരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ മലയാള പദം ഈ സഹിഷ്ണുത എന്നാണ് പലരും പറയുന്നത്. സഹിഷ്ണുതയല്ല, പിന്നെ സഹിഷ്ണുതയാണ് കേട്ടോ. അല്പം ഭാഷയോടെ പഠിച്ചുകൊണ്ട് പോകാം. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തു. എന്ന് ഈ സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം, മുമ്പേ നമ്മൾ എൻ്റെ വചനം കാത്തു എന്നുള്ള 8-ഉം 10-ഉം കൂടെ ചേർത്ത്. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ നാമം നിമിത്തം നിങ്ങൾ എന്ത് ചെയ്യണം? എന്തെല്ലാം ത്യജിക്കണമോ അതെല്ലാം ത്യജിക്കണം. എന്തെല്ലാം സഹിക്കണമോ അതെല്ലാം സഹിക്കണം. അതാണ് സഹിഷ്ണുതയെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വചനം. കർത്താവ് ഓടിപ്പിച്ച വചനം. സഹിഷ്ണുതയെക്കുറിച്ച് നമ്മൾ സൂക്ഷ്മമായി ദൈവവചനം പഠിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും അർത്ഥം നമ്മൾക്ക് മനസ്സിലാകില്ല. സഹിഷ്ണുതയെക്കുറിച്ച് കർത്താവ് എന്താ പറഞ്ഞേ? നിൻ്റെ അപ്പൻ, നിൻ്റെ അമ്മ, നിൻ്റെ സഹോദരങ്ങളൊക്കെ നിനക്ക് എതിരാണ്. അപ്പോൾ നീ എന്ത് ചെയ്യണം? നീ സഹിക്കണം. ആ സഹിഷ്ണുതയെക്കുറിച്ചുള്ള വചനത്തെക്കുറിച്ച് പറയുമ്പോൾ മത്തായി സുവിശേഷം 24-ാം അധ്യായം, മഹോദ്രവ കാലഘട്ടത്തിൻ്റെ സന്ദർഭത്തിലാണ് പറയുന്നത്. 24-ാം അധ്യായത്തിൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇതാരുടെ വചനമാണ്? ഇത് കർത്താവിൻ്റെ വചനമാണ്. എന്ത് ചെയ്യണം? നീ അവസാനം വരെ സഹിച്ചു നിൽക്കണം എന്ന കർത്താവിൻ്റെ വചനം ഇവരെന്ത് ചെയ്തു? അനുസരിച്ചു. അതനുസരിച്ച് അവരെന്ത് ചെയ്തു? അവസാനം വരെ അവര് സഹിച്ചു. കർത്താവ് സഹായിക്കട്ടെ. നന്നായിട്ട് അവസാനിപ്പിക്കുന്ന ഒരു നല്ല അനുഗ്രഹമാണ്. നന്നായി തുടങ്ങി പിന്നെ അവസാനിപ്പിക്കുന്നത് നന്നായി, അല്ലെങ്കിൽ കേട്ടോ അവസാനം വരെ എന്ത് ചെയ്യുക? സഹിച്ചു നിൽക്കുക. ഇതിന് തിരുവെഴുത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. തെസ്സലോനിക്ക സഭ ഇതിന് നല്ല മാതൃകയാണ്. അതൊക്കെ ഇതിനോട് ചേർത്ത് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ ഈ സഭയെക്കുറിച്ചുള്ള കർത്താവിൻ്റെ 4 പ്രശംസ വചനങ്ങൾ. 1, നിനക്കല്പമേ ശക്തിയും. 2, നീ എൻ്റെ വചനം അനുസരിക്കുന്നവരെ നീ എൻ്റെ വചനം കാത്തു. 3, നീ എൻ്റെ നാമം നിഷേധിച്ചില്ല. 4, സഹിഷ്ണുതയെക്കുറിച്ച് ഞാൻ എന്താണോ നിങ്ങളെ പഠിപ്പിച്ചത് അത് നിങ്ങൾ പാലിച്ചു. നിങ്ങൾ സഹിഷ്ണുത ഉള്ളവരാണ്. ഈ കർത്താവ് ഇവരെ കുറിച്ച് പറയുന്ന ഈ ശ്ലാഘ്യപത്രത്തോട് ചേർന്ന് നമ്മൾ സൂക്ഷ്മമായി ഭാഗം പഠിച്ചാൽ ഇവരിത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ കർത്താവിൻ്റെ മഹത്വത്തിനായി ഇത്രയും കാര്യങ്ങൾ അവർ ചെയ്തപ്പോൾ ഏതൊക്കെ അവർ
ആ ആദ്യം മുതലൊന്ന് പറഞ്ഞ് എന്തൊക്കെയാണ്? കർത്താവ് ആ അല്പമേ ശക്തി ഉണ്ടായിരുന്നുള്ളൂ, എന്നിട്ടും അവർ വചനം അനുസരിച്ച് കർത്താവിൻ്റെ നാമം നിഷേധിക്കാതെ അവസാനം വരെ അവരെന്ത് ചെയ്യുക? സഹിച്ച് നിൽക്കുകയാണ്. ഇത് നാലും അവർ കർത്താവിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അല്ലേ? കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. ഇവിടെ കർത്താവ് പറയുക, നീ ഇത്രയും കാര്യങ്ങൾ ചെയ്തെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ പോവാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. വളരെ സന്തോഷം കേട്ടോ. ദൈവം നിങ്ങളെ എല്ലാവരെയും നീ ഇത്രയും കാര്യം എനിക്ക് വേണ്ടി ചെയ്തു, ഞാൻ നിന്നോട് വിശ്വസ്തനാണ്. നീ 4 കാര്യം എനിക്ക് വേണ്ടി ചെയ്തപ്പോൾ ഞാനും നിനക്ക് വേണ്ടി 4 കാര്യം ചെയ്യുന്നു. കർത്താവിൻ്റെ 4 വാഗ്ദത്തങ്ങൾ ഇവിടെയാണ് അല്ലേ? ഇവർ 4 അനുസരണ ഭാവം കാണിച്ചപ്പോൾ കർത്താവിൻ്റെ കൽപ്പനകളോട് ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ സഹോദരീ സഹോദരന്മാരെ, നമ്മളാരും വെറുതെ കർത്താവിനെ അനുസരിക്കേണ്ട. നമ്മൾ കർത്താവിനെ സ്നേഹിക്കാൻ തീരുമാനിച്ചാൽ കർത്താവ് നമ്മളെങ്ങനെ സ്നേഹിക്കുന്നുവോ അതിൻ്റെ 10 മടങ്ങായി കർത്താവ്. ഞാനൊരിക്കലൊരു പുസ്തകത്തിലൊരാശയം എഴുതിയപ്പോൾ അത് ഈ അടുത്ത സമയത്തൊരു പെന്തക്കോസ്തിലെ ദൈവദാസൻ വായിച്ചിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, സാറേ ഇതൊരു വലിയ അത്ഭുതകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. എന്താണെന്നറിയാം, ഞാൻ അതിലെഴുതിയത് ഇങ്ങനെയാണ്: നീ ഒരു സ്റ്റെപ്പ് കർത്താവിന് വേണ്ടി വെച്ചാൽ നിനക്ക് വേണ്ടി 10 ചുവട് കർത്താവ് മുന്നോട്ട് വയ്ക്കും. കർത്താവ് വിശ്വസിക്കും. ചുമ്മാതല്ല ദൈവത്തിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. നോക്കിയേ, ഇവിടെ കർത്താവ് ഇവർക്ക് നൽകുന്ന വാഗ്ദത്തങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ഞാൻ വായിച്ചു പോവാം. ഒന്നാമത് കർത്താവ് പറയുന്ന വാഗ്ദത്തം 8-ാം വാക്യത്തിൽ, ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, പിന്നെ അതാർക്കും അടച്ചുകൂടാ. 7-ാം വാക്യത്തിൽ പറഞ്ഞു കർത്താവ് ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവനുമാണെന്ന് പറഞ്ഞ കർത്താവ് അത് പറഞ്ഞിട്ട് 8-ാം വാക്യത്തിൽ പറയുകയാണ്, നീ എൻ്റെ നാമം നിഷേധിക്കാതെ എനിക്ക് വേണ്ടി നീ നിന്ന് എന്നെ സ്നേഹിച്ച് എന്നെ അനുസരിച്ച് എൻ്റെ വചനം കാത്ത് നീ അവസാനം വരെ സഹിഷ്ണുത കാണിച്ചിരിക്കുന്നതുകൊണ്ട് ആർക്കും അടയ്ക്കാൻ കഴിയാത്ത ഒരു വാതിൽ ഞാൻ നിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യുക? തുറന്നു വയ്ക്കുകയാണ്. ദൈവമക്കളെ, നാം കർത്താവിനെ അനുസരിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ഒരൊറ്റ മനുഷ്യനും അടയ്ക്കാൻ കഴിയാത്ത വാതിൽ കർത്താവ് നമ്മുടെ മുമ്പിൽ തുറക്കും. ഇതാണ് കർത്താവിന് ഒന്നാമത്തെ വാഗ്ദത്തം. സ്തോത്രം. ഇന്ന് വീട്ടിൽ പോയി എന്തായാലും വീട്ടിൽ ചെല്ലുമ്പോൾ 9 മണിക്ക് മുമ്പേ ചെല്ലുമല്ലേ? ചെല്ലുമ്പോൾ ഇതൊക്കെ ഒന്ന് ധ്യാനിച്ച് സ്തോത്രം ചെയ്ത് ഒരു കല്ലേലിയൊക്കെ പറഞ്ഞേച്ച് കയറി കിടന്നൊന്നുറങ്ങുകയാണെങ്കിൽ ആ ഉറക്കത്തിനൊരു നല്ല അസുഖം കിട്ടും. JV പീറ്റർ എഴുതിയൊരു പാട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാടി. ഞാൻ വലിയ പാട്ടുകാരനൊന്നും അല്ലല്ലോ, ഞാൻ തന്നെ പാടി കേട്ടോ. തന്നെ പാടി. വഴിയൊരുക്കും അവൻ ആഴികളിൽ വലങ്കൈ പിടിച്ചെന്ന് നടത്തിടുമേ. കർത്താവ് വഴി തുറക്കും. എവിടെ വഴി തുറക്കുന്നേ? കടലിൻ്റെ നടുവിൽ വഴി തുറക്കാൻ, ഉണങ്ങിയ വാതിൽ വഴി തുറക്കാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. ഒരുത്തനും അടയ്ക്കാൻ കഴിയാത്ത വഴി. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിടുക കേട്ടോ, ഒരുപാട് റെഫറൻസൊക്കെ ഉണ്ട്. ഒടുവിൽ ഒരു വാതിൽ, ആരും അടയ്ക്കാൻ കഴിയാത്ത ഒരു വാതിൽ നമ്മുടെ തലയ്ക്ക് മീതെ തുറക്കും.
വാതിൽ തുറന്നു വെച്ചിട്ട് നമ്മളെ വിളിച്ചിട്ട് പറയും, ഇങ്ങോട്ട് കയറിപ്പോരാൻ പറയും. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ വാഗ്ദത്തം, ഞാൻ നിന്റെ മുമ്പിലൊരു വാതിൽ തുറന്ന് വച്ചു. രണ്ടാമത് ഇവർക്ക് നൽകുന്ന വാഗ്ദത്തം നോക്കിയോ, 9-ാം വാക്യം. അത് വായിച്ചിട്ട് ഞാൻ ഒരുപാട് ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്താ? യഹൂദരല്ലാതിരിക്കെ, യഹൂദരെന്ന് കളവായി പറയുന്നവരെ കളവായി പറയുന്ന ചിലരെ ഞാൻ എവിടുന്ന് കൊണ്ടുവരും? സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവരെന്ത് ചെയ്യും? നിന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കും. രണ്ടാമത്തെ വാഗ്ദത്തം, സാത്താൻ്റെ പള്ളിക്കാരെ കൊണ്ടുവന്ന് എന്താണ് ഇത് ഒരു സന്തോഷത്തോടൊന്ന് പറയാത്ത? സാത്താൻ്റെ പള്ളിക്കാരൻ നിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഉപദ്രവിച്ചതാണ്. നിനക്കെതിരായി അവർക്കെതിരായി നിന്ന ഒരു ഗ്രൂപ്പാണ് ഏത്? യഹൂദന്മാർ. അവർ വാസ്തവത്തിൽ ആരല്ല? യഹൂദന്മാരല്ല. എന്തായി പറഞ്ഞതിൻ്റെ അർത്ഥം? ഇതൊക്കെ ദൈവജനത്തിൽ ഇതിനൊക്കെ വാക്യമുണ്ട് കേട്ടോ. അതൊക്കെ പറയാൻ പോയാൽ ഞാൻ നോട്ട് എന്തായാലും എഴുതി വെച്ചിട്ടുണ്ട്. പുസ്തകം വല്ലതും എഴുതുകയാണെങ്കിൽ അതെല്ലാം എഴുതണം. അതുകൊണ്ട് ഞാൻ അതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുറമേ യഹൂദനായവനല്ല യഹൂദൻ. ആരാ യഹൂദൻ? അകമേ യഹൂദനായവനാണ് യഹൂദൻ. അബ്രഹാമിൻ്റെ സന്തതിയിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാവരും ഇസ്രായേല്യരല്ല. റോമാലേഖനം 2-ാം അധ്യായം, റോമാലേഖനം 9-ാം അധ്യായം, ഇതൊക്കെ ഈ ലേഖനങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ ചുമ്മാതെ എഴുതി വെച്ചേക്കുന്നതല്ല, നമ്മൾ വായിച്ചു പഠിക്കുകയാണ്. പുറമേ യഹൂദനായവനല്ല യഹൂദൻ. ഇങ്ങനെയുള്ള കുറേ ആളുകൾ ആരെ എതിർത്തു? ഫിലദൽഫിയയിലെ വിശ്വാസികളെ, ആ സഭയെ എതിർത്തു. കർത്താവ് പറയുകയാണ്, നിന്നെ എതിർത്തവരെ ഞാൻ നിന്റെ മുമ്പിൽ കൊണ്ടുവരും. അവർ നിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കും. എന്തായി പറഞ്ഞതിൻ്റെ അർത്ഥമെന്നറിയാം? യഹൂദരല്ലാത്ത ഇവർ യഹൂദരാണെന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ മശിഹായത്വത്തെയും ക്രൈസ്തവ മാർഗത്വത്തെയും എതിർത്തവരാണ് ഇവർ. ഞാൻ പറഞ്ഞാൽ ഇഗ്നേഷ്യസിൻ്റെ കാര്യമൊക്കെ, ഇഗ്നേഷ്യസ് അവിടെ ചെന്ന് ഇവരുമായിട്ട് ഒരു വാദപ്രതിവാദം നടത്തിയത്. അദ്ദേഹം അത് കഴിഞ്ഞ് റോമിലേക്ക് പോയി. ഇഗ്നാത്തിയോസ് റോമിലേക്ക് പോയി. ഈ തർക്കത്തിൽ, വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടവരെന്ത് ചെയ്യുന്നറിയാമോ? പിന്നീട് ചിന്തിച്ചു, ആ ദൈവദാസൻ പറഞ്ഞത് ശരിയല്ലേ? ഞങ്ങളുടെ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ അദ്ദേഹം പറഞ്ഞത്? അവർ മാനസാന്തരപ്പെട്ടിട്ട് എവിടോട്ട് വന്നോ? ഫിലദൽഫിയയിലെ വിശ്വാസികളുടെ അടുക്കൽ വന്നിട്ട് അവരോട് അവരുടെ തെറ്റേറ്റു പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇതാണ് ദൈവത്തിന് സ്തോത്രം. സുവിശേഷത്തിന് വിരോധമായി നിൽക്കുന്നവരെ സുവിശേഷത്തിന് അനുകൂലമാക്കി തീർക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ വാഗ്ദത്തം ഇതാണ്. ഈ ഭാവിയിൽ ഇത് സംഭവിക്കാൻ പോവുകയാണ് കേട്ടോ. ഇത് യെശയ്യാപ്രവചനം 45-ാം അധ്യായത്തിലും 49-ാം അധ്യായത്തിലും 60-ാം അധ്യായത്തിലും ഒക്കെ വായിച്ചാൽ ഇത് യഹൂദന്മാരോട് ബന്ധപ്പെട്ട് നടക്കാൻ പോവുകയാണ്. യഹൂദന്മാരുടെ അടുക്കൽ ഇതര ജാതികൾ വന്ന് യഹൂദന്മാരെ നമസ്കരിക്കുന്ന ഒരു കാലഘട്ടം ഭാവിയിൽ സംഭവിക്കാൻ പോവുകയാണ്. അതും ഇതിനോട് ചേർത്ത് നമ്മൾ ചിന്തിക്കാം. ഇത് രണ്ട് വിധത്തിൽ നമ്മൾക്ക് ചിന്തിക്കാം. ഒന്ന് പ്രാക്ടിക്കലായിട്ടും രണ്ട് പ്രൊഫറ്റിക്കലായിട്ടും. പ്രായോഗികമായി ദൈവസഭയോട് ബന്ധപ്പെട്ടും പിന്നെ പ്രാവചനികമായി യഹൂദന്മാരോട്
ബന്ധപ്പെട്ടും ഇത് നമുക്ക് കാണാം. മൂന്നാമതായിട്ട് ഇവർക്ക് കർത്താവ് നൽകുന്ന വാഗ്ദത്തം നോക്കുക. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കും. പിന്നെ രണ്ടാമത് അടുത്തതെന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അവർ അറിവാനും സംഗതി വരുത്തും. മൂന്നാമത്തെ വാഗ്ദത്തമായിട്ട് നമ്മൾക്ക് ഇതെടുക്കാം. എന്താ? കർത്താവ് ദൈവം ഈ കാലഘട്ടത്തിൽ സ്നേഹിക്കുന്നത് നിങ്ങളെയാണ്, ആരെയല്ല. ദൈവം യഹൂദന്മാരെ കൈവിട്ടു. ആരെ സ്നേഹിക്കുന്നു? ദൈവസഭയെയാണ് കർത്താവ് സ്നേഹിക്കുന്നത്. റോമാലേഖനമാണ് ഇതിനെല്ലാം ഉപോത്ബലകമായി പഠിക്കാനുള്ള ഭാഗം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇനിയും നാലാമത്തെ വാഗ്ദത്വം. സമയമായി കേട്ടോ. നാലാമത്തെ വാഗ്ദത്വം ഇന്ന് ചിന്തിച്ച ഇന്നില്ല. നാലാമത്തെ വാഗ്ദത്വം നോക്കിയേ. എന്താ? 10-ാം വാക്യത്തിലാണ് ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള കഷ്ടകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇവിടെ എനിക്കിഷ്ടപ്പെട്ട ഒരു പ്രയോഗമുണ്ട്. സമയം പോകുന്ന സമയത്ത് നിർത്തണമല്ലോ, ഞാനങ്ങ് നിർത്തുക. ഞാനും നിന്നെ കാക്കും. ഞാൻ നിന്നെ കാക്കുമെന്ന് പറഞ്ഞാൽ പോരെ ബിബിനെ? ഞാൻ നിന്നെ കാക്കുമെന്ന് എന്താ? ഞാനും നിന്നെ കാക്കുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നീ എന്ത് ചെയ്തു? നീ എൻ്റെ വചനം കാത്തു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാനും നിന്നെ കാക്കും. എൻ്റെ വചനം കാക്കുന്നവനെ ഞാനും കാക്കും. എന്നാ കാക്കുന്നത്? ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാ കാലത്ത് ഞാൻ നിന്നെ കാക്കും. നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി, ഇതേതായി പരീക്ഷാകാലം. അപ്പോൾ അത് പഠിക്കണമെങ്കിൽ ഒറ്റ വാചകം കൊണ്ട് പറയാൻ പറ്റുമോ? ആ പരീക്ഷാകാലം ഇച്ചിരി പഠിക്കേണ്ട പരീക്ഷാകാലം. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, ദാവീദിൻ്റെ താക്കോലിനെ കുറിച്ച് നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഈ പരീക്ഷാകാലത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് ഭാവിപരമാണ്. അതുകൊണ്ട് ദൈവം അനുവദിച്ചാൽ അടുത്ത ശനിയാഴ്ച നമ്മൾക്ക് ക്ലാസ് ഇവിടെ നടക്കുമെങ്കിൽ എല്ലാവരും ഇല്ല, ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ എനിക്കങ്ങനെ ഒരു ലീവ് കിട്ടുമല്ലേ? എറണാകുളത്തുനിന്ന് എന്തായാലും സമയത്ത് ഇവിടെ എത്തുകയില്ല. വർക്കലേന്ന് വന്ന പോലെ വരാൻ പറ്റുകയില്ല. അതുകൊണ്ട് അല്ലല്ല, അത് നിങ്ങൾ ആലോചിച്ച് എന്നോട് പറഞ്ഞാൽ മതി. അത് ഞാൻ സമയം അതനുസരിച്ച് ചെയ്തോളാം. കർത്താവ് വരാൻ പോവുകയാണ്. കർത്താവ് വന്നു കഴിഞ്ഞാൽ ഭൂതലത്തെ മുഴുവൻ ബാധിക്കാൻ പോകുന്ന ഒരു വലിയ പരീക്ഷാകാലമുണ്ട്. ആ പരീക്ഷാകാലത്ത് ദൈവവചനം കാത്തവരെ കർത്താവ് കാക്കാറുണ്ട്. നമുക്ക് സ്തോത്രം ചെയ്ത് ദൈവസേനയിൽ പ്രാർത്ഥിക്കും കേട്ടോ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ. നമ്മൾ കേട്ടാൽ മാത്രം പോരാ, പിന്നെ വചനം കാക്കണം. വചനം കാക്കുന്ന വിശുദ്ധന്മാരെ ദൈവം കാക്കും. കർത്തൃകരങ്ങൾ ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ നാമം മഹത്വം.